നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20ാം മണിക്കൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ധവിശ്വാസത്തിന്റെ പേരിൽ അയൽക്കാരിയായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നു. കൊലപാതകം കുഞ്ഞിന് അസുഖം വന്നത് ഇവർ ചെയ്ത മന്ത്രവാദം കൊണ്ടെന്ന് ആരോപിച്ച്. ബീഹാറിലെ നവാഡ ജില്ലയിലാണ് ക്രൂരമായിട്ടുള്ള ഈ സംഭവം. കിരൺ ദേവി എന്ന 35-കാരിയാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവായ 2 സ്ത്രീകൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ മന്ത്രവാദം ചെയ്യുന്നു എന്ന് ആരോപിച്ചാണ് അയൽവാസികൾ, ഒരു കുടുംബാംഗങ്ങൾ ഈ യുവതിയെ മർദ്ദിക്കുന്നതും ആ മർദ്ദനത്തിനുള്ളിൽ അവർ മരിക്കുന്നതും. മുകേഷ് ചൗധരി, മഹേന്ദ്ര ചൗധരി, നത്രു ചൗധരി, ശോഭാദേവി ഇവരാണ് ഈ കേസിലെ പ്രതികൾ. ഇഷ്ടിക കൊണ്ട്, കല്ലുകൊണ്ട്, ഇരുമ്പുവടി കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കിരൺ ദേവിയുടെ സഹോദരി ഭാര്യ പറയുന്നത്. അതായത് കൂട്ടമായെത്തി യാതൊരു ചോദ്യവും പറച്ചിലുമില്ലാതെ നേരിട്ട് ആക്രമണം നടത്തുകയായിരുന്നു എന്ന് രേഖാദേവി പറയുന്നു. हम लोग दोनों गोतनी बतिया रहे थे, उसके बाद आके ये सब हम लोग के मारने लगा। हमको पहले मारा था, फिर गोतनी के आगे पीछे से उसको शोभा देवी था, शोभा कुमारी वाली, उसको माथा पर मार दिया। तो कौन मारपीट किया? पहले वही सब मारने लगा हम लोग के तो कोई घर में बड़ी मारा मुकेश चौधरी। काहे मारपीट हुआ? कुछ नहीं किया, बस होने से आया उसका बस मारने लगा। वही बोले कल से उसका छोटा भाई पूरा गाली बक रहा था, वही बोले कि गाय गाली बक रहा है तुम हमको। बस उतने में आकर बस चलाने लगा हमको। घर में तो गार्जियनों नहीं था। गाली गलौज को लेकर विवाद हुआ? वही लोग गाली गलौज करने लगा। कौन कौन मारपीट किया है? मारपीट कौन, नाम क्या है? मुकेश कुमार, अच्छा, शोभा कुमारी, अच्छा, महेंद्र चौधरी, अच्छा, नरेश चौधरी। आप लोग कितना लोग घायल हुए हैं? हम लोग 3 गो हो गए हैं। और मृत्यु के कितना लोग का हुआ है? मृत्यु वही किरण देवी था। अच्छा, घायल के होती ना? घायल के हुए हैं? घायल हमारे 3 गो हुए, उसमें से क्या नाम है, क्या नाम है जिसका घायल हुआ? घायल होते की नाम है उसका? हाँ, हाँ हाँ, नहीं जो घायल होती ना? किरण देवी। अच्छा अच्छा. കിരൺ ദേവി മന്ത്രവാദം ചെയ്യുന്നുണ്ടെന്നും അതുകാരണം തങ്ങളുടെ കുട്ടിക്ക് അസുഖം ബാധിച്ചു എന്നുമാണ് ഈ അയൽവാസികളായിട്ടുള്ള ആളുകളുടെ ആരോപണം. അവരും ബന്ധുക്കളാണ്. കിരൺ ദേവിയെ ഈ പേരും പറഞ്ഞാണ് ക്രൂരമായി മർദ്ദിക്കുന്നത്. നിരന്തരമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ വീട്ടിലെ കുഞ്ഞിന്, അതായത് മുകേഷ് എന്നാണ് മുകേഷ് ചൗധരിയുടെ കുട്ടിക്ക്. അങ്ങനെ ഡോക്ടറെ കാണിക്കുകയാണ്. പരിശോധനയിൽ ഈ കുട്ടിയുടെ തലച്ചോറിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട അസുഖമാണെന്ന് ഡോക്ടർ അറിയിക്കുകയാണ്. ഈ അസുഖത്തിന് കാരണം അയൽക്കാരിയായിട്ടുള്ള കിരൺ ദേവിയാണ് എന്നാണ് കുടുംബം നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നത്. കിരൺ ദേവി ഒരു ദുർമന്ത്രവാദിയാണെന്നും ദുരാചാരം ചെയ്യുന്ന ആളാണെന്നും ഇവർ ആരോപിക്കുന്നു. വ്യാഴാഴ്ച അയൽ വീട്ടുകാർ അങ്ങനെ സംഘം ചേർന്ന് വന്ന് കിരൺ ദേവിയെയും വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും ക്രൂരമായി മർദ്ദിച്ചു. ആദ്യം സമീപത്തെ ഉപജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അമിതമായിട്ടുള്ള രക്തസ്രാവമായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. പക്ഷേ ആ പോകുന്ന വഴിക്ക് കിരൺ ദേവിക്ക് മരണം സംഭവിച്ചു. കിരൺ ദേവിക്ക് 2 ആൺമക്കളുണ്ട്, ഒപ്പം 2 പെൺമക്കളും. കിരൺ ദേവിയുടെ ഇളയ സഹോദരന്റെ ഭാര്യ ലളിതാദേവിക്കും മൂത്ത സഹോദരന്റെ ഭാര്യ രേഖാദേവിക്കുമാണ് പരിക്കേറ്റത്. കൂടെ ഈ ആക്രമണത്തിനിടെ മർദ്ദനത്തിൽ മാരകം പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവരുടെ ബന്ധു ആ വിശദാംശങ്ങൾ കൂടുതൽ പറയും. क्या मामला है? मामला है ये भूत नैया वाला ही, मतलब अथी करके और इसके साथ मारपीट किया। कौन मारपीट किया? इसका गोतिया लोग। उसमें कितना लोग घायल है? उसमें करीबन ये थी और इसका पति था, और उन लोगों को भी मतलब थोड़ा बहुत लगा है। कितना लोग घायल है लगभग? 4-5 लोग।
और मृत्यु के कितने लोग का हुआ है? एक का एक का हुआ है। उसका क्या नाम है? किरण देवी। किरण देवी। कितना उम्र होगा लगभग? उम्र का अभी तराजा नहीं है, लेकिन आधार कार्ड से देख के बता देंगे। अंदाजा यही मारपीट क्या चीज़ से हुआ था? मारपीट ईटा और रड से हुआ। ईटा रस से। उसका वीडियो है? वीडियो वहाँ कोई बनाने वाला, मारपीट करने वाला तो वीडियो कौन बनाएगा? എന്നാൽ പോലീസ് പറയുന്നത് മറ്റൊന്നാണ്. ഈ രണ്ട് കുടുംബങ്ങൾക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചതും കൊലപാതകത്തിൽ കലാശിച്ചതുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. രണ്ടും ബന്ധുവീട്ടുകാരാണ്. ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇരുപക്ഷത്തു നിന്നും 4-5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ചോദ്യം ചെയ്യാനായി 3 പേരെയാണ് പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. റവാഡയിലെ രജൌലി പോലീസ് സ്റ്റേഷൻ ഓഫീസർ രഞ്ജിത് കുമാറാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇനി അന്ധവിശ്വാസം ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഈ ജില്ലയിൽ, അതായത് റവാഡയിൽ, ഇത് പുതിയതല്ല. 1.5 വർഷം മുമ്പാണ് രജൌലിയിൽ ഒരു സ്ത്രീയെ ദുർമന്ത്രവാദി എന്ന് മുദ്രകുത്തി ജീവനോടെ കത്തിച്ചത്. 2025 ഓഗസ്റ്റിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ നവാഡയിലെ ഹിസ്വ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ഭർത്താവ് മരിക്കുകയും ഭാര്യയെ ജീവനോടെ കത്തിക്കാൻ ശ്രമം നടക്കുകയും ചെയ്തു. അങ്ങനെ അന്ധവിശ്വാസങ്ങളും കിംവദന്തികളും ബീഹാറിൽ ഒരാളുടെ കൂടെ ജീവനെടുത്തു. അമ്മയെ കൊന്നുതള്ളി ദളിത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി. ജാതി തിരിഞ്ഞ് പോരടിച്ച് ഒരു ഗ്രാമം. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സംഭവം. സർദാന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട സുനിത എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മകൾ റൂബിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഉയർന്ന ജാതിയിൽപ്പെട്ട പാരസ് രജ്പുട്ട് എന്ന യുവാവാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. സത്യേന്ദ്രകുമാർ എന്നയാളുടെ കുടുംബമാണിത്. 3 ആൺമക്കളും ഒരു മകളുമാണ് അവർക്ക്. ഇളയ കുട്ടിയാണ് റൂബി. ഈ റൂബിയാണ് തട്ടിക്കൊണ്ടുപോയത്. വലിയ സാമ്പത്തിക പ്രശ്നമൊക്കെ നേരിടുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കാൻ റൂബിക്ക് സാധിച്ചില്ല. പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൃഷിപ്പണിയിലൊക്കെ സഹായം ചെയ്ത് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇവൾക്ക് കല്യാണാലോചനകൾ സജീവമായത്. അമ്മ സുനിതയ്ക്കൊപ്പം രാവിലെ പാടശേഖരത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഇന്നത്തെ സംഭവം നടക്കുന്നത്. സമീപത്തെ ആശുപത്രിയിൽ ഡോക്ടർക്ക് സഹായിയായി കമ്പൗണ്ടർ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിൽക്കുന്ന ആളാണ് ഈ കുറ്റാരോപിതനായിട്ടുള്ള പാരസ്. ഈ വഴിമധ്യേ പാരസ് 2 പേരെയും തടഞ്ഞു നിർത്തുകയാണ്. അമ്മ സുനിതയുമായി ആദ്യം വാക്കുതർക്കമുണ്ടാവുന്നു. ഒടുവിൽ മകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പാരസ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എതിർക്കുകയാണ് അമ്മ സുനിത. അപ്പോൾ ഒരു മഴ കൊണ്ട് തലയ്ക്ക് ആക്രമിക്കുന്നു. എന്നിട്ട് റൂബിയെ ബലമായി ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി. സത്യേന്ദ്രകുമാർ എന്ന ഈ പിതാവ്, അതായത് ഈ പെൺകുട്ടിയുടെ പിതാവ്, മരിച്ച സുനിതയുടെ ഭർത്താവ് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി. छोल में गए थे जी हम जी मैं पहले चला गया था, फिर लड़की और हमारी घरवाली आई बाद में जी। रास्ते में मिले लड़के दो या 4 जो भी, वो तो नहीं पता होगा। उन्होंने लड़के को छेड़खानी करा तो घरवाली ने विरोध उठाया। उन्होंने उसको फरसे से काट दिया और लड़की को उठा कर ले गए। कौन लोग थे? वे राजपूत ही थे, गांव के ही हैं। पारस। बॉडी आगे घर पे जो संस्कार नहीं कर रहे, क्यों संस्कार नहीं करे? लड़की ने आई है तो हमारी, तो ऐसे कैसे करते हैं हम? पहली बात तो हमारी लड़की आनी चाहिए। संस्कार होगा जब सड़ानदारी हमारी हमारे घर में पड़ी हुई है। जो भी कुछ हो, प्रशासन के लोग साथ हैं आपके, वो कुछ कह रहे हैं, आश्वासन दिया है कुछ? क्या है? कुछ भी नहीं। जब हमारी लड़की नहीं आई तो कुछ भी नहीं। अभी तो हमें क्या है? हमें अभी तो कुछ भी नहीं है। മുഖത്ത് വെട്ടേറ്റ് ആ സ്ത്രീ വീണപ്പോൾ ഉറക്കെ നിലവിളിച്ചു. ആ ശബ്ദം കേട്ടാണ് സമീപത്തുള്ളവർ ഓടിയെത്തിയത്. അങ്ങനെ
ഈ സ്ത്രീയെ എടുത്തുകൊണ്ടുപോയി മോടിപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും രക്തസ്രാവത്തിൽ സുനിത മരിക്കുകയായിരുന്നു. തലക്കേറ്റ ആഴമേറിയ മുറിവിന് അതൊരു ശസ്ത്രക്രിയ നടത്തണമായിരുന്നു. അതിനായി ഡോക്ടർമാർ തയ്യാറെടുക്കുമ്പോഴായിരുന്നു സുനിതയുടെ മരണം. മരണത്തിന് മുൻപ് പോലീസിന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. പാരസിന്റെ കുടുംബം ഇപ്പോൾ ഒളിവിലാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. तत्कालिक वहां एम्बुलेंस और पुलिसकर्मी पहुंचे और उनको अस्पताल में एडमिट कराया गया. अस्पताल में पुलिस सभी डॉक्टरों ने बहुत प्रयास किया लेकिन उनको बचा नहीं पाए. इस संबंध में मुकदमा अपराध संख्या 11/26 धारा 126(2), 352, 109, 1, 14D BNSS और 325 SC/ST एक्ट के अंदर कायम हुआ थाना सरधना में. इसके वारिस है नरेश कुमार पुत्र श्री सत्येंद्र कुमार. इस संबंध में जो है तत्कालिक रूप से SSP DIG मेरठ श्री डॉक्टर विपिन टाडा, जिलाधिकारी मेरठ डॉक्टर विजय कुमार सिंह और साथ में अभिजीत कुमार और आशुतोष कुमार CO मौके पे गए और मौके पे जाके उन्होंने स्थिति की गंभीरता को देखते हुए लगभग 10 से 14 टीमें बनाई. ये सारी टीमें जो है तकनीकी रूप से भी परीक्षण कर रही हैं, साथ में लोगों से भी पड़ताल कर रही हैं. गांव के लोग जो है पूरी तरह से आगे बढ़ के सहयोग कर रहे हैं पुलिस की और साथ में आसपास के लोग भी सहयोग कर रहे हैं ताकि जो मुलजिम है उसको तत्कालिक रूप से गिरफ्तार किया जाए. इस पे टीमें जो है लगभग 7 जनपद में गई हुई हैं और वो अलग अलग प्रयास कर रही हैं. सर्वप्रथम प्रयास है कि हमारी विवेचना में जो तथ्य आ रहे हैं उस तथ्य के अंतर्गत जो है मुलजिम को पकड़ा जाए और पकड़ के उसको कानून के सामने लाया जाए. ആ കൊലപാതകവും ആ തട്ടിക്കൊണ്ടുപോകലും ജാതീയമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾക്കാണ് ആ ഗ്രാമത്തിൽ വഴിവരുന്നിട്ടത്. വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ദലിത് സംഘടനകളും ഒപ്പം പാർട്ടികളും. എന്നാൽ നാട്ടുകാരിൽ ചിലർ പറയുന്നത് മറ്റൊരു കഥയാണ്. പെൺകുട്ടിക്ക് 20 വയസ്സും ഈ പറഞ്ഞ യുവാവ് പാരസിന് 16 വയസ്സുമാണ് പ്രായം. രണ്ടുപേരും പ്രണയത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ തന്നെ ഇതിനെ ചൊല്ലി വീട്ടുകാർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ആ പെൺകുട്ടിയുടേത് ദളിത് കുടുംബവും ആ പയ്യൻ്റേത് ഉയർന്ന ജാതിയിൽപ്പെട്ട വിഭാഗവുമാണ്. അങ്ങനെ പഞ്ചായത്ത് കൂടി അന്ന് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് അന്ന് ഈ ആൺകുട്ടിയുടെ വീട്ടുകാർ കുറച്ച് പണമൊക്കെ നൽകിയിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുമ്പോഴും ഈ രണ്ടുപേരും ആ ബന്ധം പ്രണയം തുടരുകയായിരുന്നു. വിവാഹാലോചനകൾ വന്നതോടെ രണ്ടുപേർക്കും ആശങ്കയായി. ഈ പെൺകുട്ടിയാണ് ഈ പാരസ് എന്ന യുവാവിനെ രാവിലെ ഫോണിൽ വിളിച്ച് ഈ വഴിയിൽ എത്താൻ ആവശ്യപ്പെട്ടതെന്നും ഒളിച്ചോടാനാണ് വിളിച്ചതെന്നും ഈ നാട്ടുകാർ പറയുന്നു. മാത്രമല്ല, ഞെട്ടിക്കുന്നത് ആ നാട്ടുകാർ പറയുന്നതിൽ അമ്മയെ ആക്രമിച്ചത് ആ പാരസ് അല്ല, ആ പെൺകുട്ടി തന്നെയാണെന്നാണ്. ഒരുപക്ഷെ അത് രജ്പുട്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കാം. എന്നാണെങ്കിലും അവരുടെ പ്രതികരണം ഞെട്ടിക്കുന്നതാണ്. ये लड़का यहाँ ही पास में जो पारस का घर है यही कंपाउंडर था. बस जो ये हमारे बड़े भाई ने बताया, ये बात पूरा गांव ही कह रहा है. मतलब ये जो मैटर जो हुआ है यो लड़के ने अंजाम नहीं दिया, यो लड़की ने अंजाम दिया. जो भी दिया, आपका कहना है कि हत्या क्या लड़की ने की? हाँ, लड़की ने धारदार हथियार उसके हाथ में पलकटी थी. जो बताने वाले बता रहे, हम तो थे नहीं यहाँ, पर लड़की ने, वो लड़का तो अभी नाबालिग है. लड़का तो नाबालिग है. लड़की की उम्र, हाँ, लड़की की उम्र जो 22 साल है, लड़का मेरे साल 14-15 साल का होगा. हाँ, ये जो भाई साहब ने कहा है कि लड़का जो था जिस पे हत्या का आरोप लगा है उसने हत्या नहीं की है. नहीं, उसने नहीं की. क्या हुआ था? वो तो उसने खुद, लड़की ने बुलाया था उसे फोन करके कि आजा तू, भाई मैं यहाँ जंगल में हूँ, चलेंगे हम. उस लड़की की शादी तय हो गई थी अभी 4-5 दिन पहले. तो वे लड़के लड़की दोनों ही परेशान थे शादी तय होने की वजह से. तो उस लड़के का प्लान बना था कि हम कहीं चले जाएं. तो इस वजह से लड़की ने फोन करा उस लड़के को जब लड़का गया हम. അങ്ങനെ ആ പെൺകുട്ടിയും ആ യുവാവും തമ്മിലുള്ള ബന്ധം ഒരു ഗ്രാമത്തെ ആകെ കലാപതുല്യ സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. സുനിതയുടെ മൃതദേഹം കൊണ്ടുപോകാൻ എത്തിച്ച ആംബുലൻസ് പ്രദേശവാസികൾ, ആ നാട്ടുകാർ രോഷാകുലരായിരുന്നു. അവർ തകർത്തു. പലയിടങ്ങളിൽ ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് തടഞ്ഞിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമാണ് ഗ്രാമമാകെ. സുനിതയുടെ മൃതദേഹം ആദ്യം സംസ്കരിക്കാൻ തയ്യാറായിരുന്നില്ല ബന്ധുക്കൾ. പിന്നീട് സർക്കാർ ഇടപെട്ടു. ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ അവർ തയ്യാറായി. പക്ഷേ പെൺകുട്ടിയെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. പാരസിനെ കുറിച്ചും വിവരമില്ല.
യുവാവിനെ വെട്ടിനുറുക്കി 6 കഷണങ്ങളാക്കി. നെഞ്ചിന് മുകളിലേക്കുള്ള ഭാഗം ഒരു പ്ലാസ്റ്റിക് വീപ്പയിൽ ഉപേക്ഷിച്ചു. ഒരു ഭാഗം കത്തിച്ച നിലയിൽ. പഞ്ചാബിലെ ലുധിയാന, അവിടെ ഭോറ എന്നൊരു ഗ്രാമം. കഷ്ണങ്ങളാക്കിയ ശരീരഭാഗങ്ങൾ ഒരു സ്കൂളിന് സമീപത്തെ ആളൊഴിഞ്ഞ ഭാഗത്താണ് കണ്ടെത്തുന്നത്. ജലന്ധർ ബൈപ്പാസിന് സമീപം 30 വയസ്സുള്ള ദേവീന്ദ്രനാണ് കൊല്ലപ്പെട്ടതെന്ന് ആദ്യം തന്നെ വ്യക്തമായി. ദേവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള സ്ഥലമാണ് ഇത്. അവിടെയാണ് ഒരു വെള്ള നിറത്തിലുള്ള പ്ലാസ്റ്റിക് വീപ്പയിൽ തലയും നെഞ്ചുവരെയുള്ള ഭാഗവും വെട്ടി മുറിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ ദേവീന്ദർ മുംബൈയിലാണ് ജോലി ചെയ്തിരുന്നത്. മുംബൈയിൽ നിന്നും ഏതാണ്ട് 2 ദിവസം മുമ്പ് മാത്രമാണ് ഇയാൾ സ്വന്തം നാടായിട്ടുള്ള ലുധിയാനയിലെത്തിയത്. മുംബൈയിൽ ഡിജിറ്റൽ പ്രിന്റിംഗ് വർക്കാണ് ദേവീന്ദറിന്റെ ജോലി. അങ്ങനെ ഇതിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനുകൾ വാങ്ങാൻ വേണ്ടിയാണ് ദേവീന്ദർ ഇത്തവണ നാട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ എത്തി ഏതാണ്ട് ഉച്ചയ്ക്ക് 2:15 എത്തുന്നു. 15 മിനിറ്റ് മാത്രമാണ് സമയം വീട്ടിലിരുന്നത്. അതിനുശേഷം നേരെ ഇറങ്ങി ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ദേവീന്ദർ ഇറങ്ങുന്നത്. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വരാത്തതോടെ നാട്ടുകാർ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ പോലീസിനെ സമീപിച്ചു. പിറ്റേന്ന് രാവിലെയാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത്. മാലിന്യം ശേഖരിക്കാൻ എത്തിയവരാണ് ഒരു പ്ലാസ്റ്റിക് വീപ്പയിൽ ഈ തലയും നെഞ്ചിന്റെ ഭാഗവും മറ്റു ശരീരഭാഗങ്ങൾ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന രീതിയിലും കണ്ടെത്തിയത്. കൈകാലുകളും വയറിന്റെ ഭാഗങ്ങളുമായിരുന്നു ചിതറിക്കിടക്കുന്ന മട്ടിൽ. ഏതാണ്ട് ഈ വീപ്പയിൽ തലഭാഗം വെച്ചിരുന്നതിന്റെ ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെയായിരുന്നു ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം. ശരീരഭാഗങ്ങൾ ചിലതൊക്കെ കത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഒരു കത്തിയ നിലയിലാണോ മറ്റു ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതായത് പോലീസ് പറയുന്നത് കൊന്ന ശേഷം അത് കത്തിക്കാൻ ശ്രമം നടത്തിയെന്നാണ്. ഇനി ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയപ്പോൾ അതിൽ ചില ദൃശ്യങ്ങളൊക്കെ നിർണായകമായി. ദേവീന്ദ്രന്റെ സുഹൃത്താണ് ആ സംശയമുനയിലേക്ക് എത്തിയാൽ. ഷേര എന്നാണ് പേര്. ഷേരയും മറ്റൊരാളും ചേർന്ന് ഈ ദേവീന്ദ്രന്റെ ശരീരഭാഗം കണ്ടെത്തിയ വീപ്പ അത് ചുമന്നുകൊണ്ടു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് തുമ്പായത്. ഷേരയോട് ചോദ്യങ്ങൾ ചോദിച്ചു. കാര്യങ്ങൾ വിശദമായി തേടി പോലീസ്. പക്ഷേ ഷേര പറഞ്ഞത് ബൈക്ക് ചോദിക്കാൻ വേണ്ടി ദേവീന്ദർ വീട്ടിലേക്ക് വന്നിരുന്നു എന്നാണ്. ലഹരിമരുന്ന് വിൽപ്പനയൊക്കെ നടത്തുന്ന ഒരാളാണ് ഷേര. പലപ്പോഴും പല ലഹരിമരുന്ന് കേസുകളിലും പിടിയിലായിട്ടുമുണ്ട്. ഈ പറയുന്ന ദേവീന്ദറും കൊല്ലപ്പെട്ട ദേവീന്ദറും ചിലപ്പോഴൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മയക്കുമരുന്ന് ഇടപാടിലെ തർക്കമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ഒരു സംശയമുണ്ട്. പക്ഷെ അതിലൊരു വ്യക്തത ഇനിയും വരണം. ഷേരയും സഹായിയെയും പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. എന്താണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന് അറിയേണ്ടത്. മറ്റൊരു സ്ഥലത്ത് വെച്ച് കൊന്ന ശേഷം മൃതദേഹം ഈ ജലന്ധർ ബൈപ്പാസിന് സമീപം കൊണ്ട് തള്ളിയതാണ് എന്നാണ് പോലീസിന്റെ സംശയം. എന്താണെങ്കിലും ആ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 6-ാം തീയതിയാണ് ഒരു കത്തിക്കരിഞ്ഞ ശരീരം ഈ പ്രദേശത്ത് നിന്ന് തന്നെ കണ്ടെത്തിയത്. കഴിഞ്ഞ ജൂണിൽ അഴുകി തുടങ്ങിയ ഒരു മൃതശരീരം ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തൊട്ടടുത്ത മാസം ജൂലൈയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ നിന്ന് കിട്ടി. സെപ്റ്റംബർ എത്തിയപ്പോൾ അതിക്രൂരമായി കൊന്ന ഒരു ശരീരം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 6 കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയ മറ്റൊരു പുരുഷ ശരീരമുണ്ടായി. അങ്ങനെ ഒരു കൊലപാതക പരമ്പര തന്നെ ആ നാട്ടിൽ ആ ജനങ്ങൾക്ക് മുന്നിൽ നടക്കുന്നു. അതെല്ലാം തന്നെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ. ദേവീന്ദറിന്റെ കൊലപാതകത്തിന് സമാനമാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. അവർ പോലീസ് ഒരു ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കും.
കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ലോകത്തേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്ത്രീയെ കൊന്നു കുഴിച്ചുമൂടി. പ്രതിയെ കണ്ടെത്തിയത് മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. കാൺപൂരിലാണ്, അവിടെ തിക്കോംപൂർ എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം. മൃതദേഹം മണ്ണിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു. അമ്മ രേഷ്മ ദേവി കൊല്ലപ്പെട്ടുവെന്ന് സംശയം പ്രകടിപ്പിച്ച് അവരുടെ മകൻ തന്നെ പോലീസിൽ രേഖാമൂലം പരാതി നൽകുകയായിരുന്നു. ഗ്രാമത്തിലുള്ള 3 പേരെ സംശയമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ആ മകന്റെ പരാതി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പേരുകളിൽ ഒന്നായ ഗോർ എന്നയാൾ, അയാളെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ രേഷ്മ ദേവിയെ കൊലപ്പെടുത്തിയതാണെന്ന് അയാൾ സമ്മതിക്കുകയാണ്. രേഷ്മയുടെ ഭർത്താവ് 3 വർഷം മുമ്പ് മരിച്ചിരുന്നു. സഹോദരി ഭർത്താവാണ് ഈ പറഞ്ഞ പ്രതി. രേഷ്മയുടെ ഭർത്താവിന്റെ മരണശേഷം പ്രതി മെല്ലെ മെല്ലെ ഇവരോട് അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുമിച്ചായി താമസം. കഴിഞ്ഞ ഏപ്രിലിൽ ഇരുവരും കൃഷിയുടെ ഭാഗമായി ഗോതമ്പ് കൊയ്ത്തിനായി ഇറ്റാവ എന്ന സ്ഥലത്തേക്ക് പോയി. തിരിച്ചെത്തിയ ശേഷം ഗ്രാമത്തിന് പുറത്തായിരുന്നു താമസമൊക്കെ. വളരെ കാലമായി രേഷ്മയെ കാണാതാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഗ്രാമവാസികൾക്കും സംശയം തോന്നി. അതായത് ഈ കൊലപാതകം നടന്നത് മാസങ്ങൾ മുമ്പാണ്. ഇതിനിടെ ഗ്രാമത്തിലൊരു വിവാഹം നടക്കുകയാണ്. ആ വിവാഹം നടക്കുന്നതിനിടെ രേഷ്മ എവിടെയെന്ന് നാട്ടുകാർ ഇയാളോട് ചോദിക്കുന്നു, ഗോറിനോട്. അപ്പോൾ അയാൾ മദ്യലഹരിയിലായിരുന്നു. അയാൾ നൽകിയ മറുപടി അവളെ ഇനി ഒരിക്കലും കാണില്ല എന്നായിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട ആ ഗോറിന്റെ മറുപടി തന്നെയായിരുന്നു സംശയത്തിന്റെ പ്രധാന ആധാരം. ഈ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ പറഞ്ഞ സ്ഥലം പോലീസ് ആളുകളെ കൊണ്ട് കുഴിച്ചു നോക്കി. മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. ആഭരണങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ കണ്ടെത്തി. രേഷ്മയുടെ മകനുൾപ്പെടെ ആ മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. എന്നാലും ബന്ധുവായ സഹോദരി ഭർത്താവായ ഒരാളിൽ നിന്നാണ് ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ആ സ്ത്രീക്ക്, രേഷ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. കൂടുതലുള്ള ഈ 20-ാം മണിക്കൂർ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും 20th അവർ നാളെ 20-ാം മണിക്കൂർ.